കോഴിക്കോട് കല്ലാച്ചിയിൽ വിവാഹ സംഘത്തിന് നേരെ ആക്രമണം നടത്തിയ 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസ്. വിവാഹം കഴിഞ്ഞു മടങ്ങിയ കുടുംബത്തെ റോഡിൽ തടഞ്ഞു നിർത്തി ആക്രമിച്ച സംഭവത്തിലാണ് നടപടി. ആക്രമണത്തിൽ 7 മാസം പ്രായമുള്ള കുഞ്ഞിനുൾപ്പെടെ 5 പേർക്ക് പരിക്കേറ്റിരുന്നു. ആദ്യം ആ ദൃശ്യങ്ങൾ കാണാം. സമീർ സി മുഹമ്മദ് കോഴിക്കോട്ട് എന്ന വിവരങ്ങളുമായി ചേരുന്നുണ്ട്. സമീർ, എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ ഒരു തർക്കത്തിന് കാരണം എന്താണ് സമീർ? ശ്രീജിത്ത്, ഇന്നലെ ഉച്ചയ്ക്ക് 2:30 ഈ കേസിനാസ്പദമായ സംഭവം. കല്ലാച്ചി വളയം റോഡിൽ വെച്ചാണ് ഈ കുടുംബം ക്രൂരമായ മർദ്ദനത്തിന് ഇരയായത്. ഈ കുടുംബം വിവാഹം കഴിഞ്ഞ് മടങ്ങുകയായിരുന്നു. കല്ലാച്ചി ഭാഗത്ത് നിന്ന് വളയം ഭാഗത്തേക്ക് പോകുകയായിരുന്ന ഇവരുടെ കാറ് എതിരെ വന്ന ഒരു താർ ജീപ്പുമായി ചെറിയ രീതിയിൽ ഒന്ന് ഉരസി. അതുമായി ബന്ധപ്പെട്ട് ആ ജീപ്പിൽ ഉണ്ടായിരുന്നവർ ഇവർ ഇറങ്ങി വരികയും മോശമായി സംസാരിക്കുകയും ചെയ്തു. പിന്നീട് അവരെ കയ്യേറ്റം ചെയ്യുകയും ചെയ്തു. ഇതിനിടയിലാണ് അവരുടെ സഞ്ചരിച്ചിരുന്ന ആ കാറിൻ്റെ ചില്ല് ഈ ഇരുമ്പ് കമ്പി കൊണ്ട് അടിച്ചു തകർത്തു. അതുപോലെ തന്നെ ചൊക്യാട് സ്വദേശികളായിട്ടുള്ള നിധിൻലാൽ, ഭാര്യ ആതിര, അവരുടെ 7 മാസം പ്രായമുള്ള കുഞ്ഞ്, അവരുടെ ബന്ധു ഉൾപ്പെടെ 4 പേർക്ക് പരിക്കേറ്റു. ഒപ്പം തന്നെ ഈ വിഷയത്തിൽ പരിഹാരം കാണുന്നതിന് വേണ്ടിക്കൊണ്ട് ചർച്ച ചെയ്യാൻ വേണ്ടി എത്തിയതായിരുന്നു അവിടുത്തെ മുൻ പഞ്ചായത്ത് അംഗമായിട്ടുള്ള അഹമ്മദിനെയും ക്രൂരമായി മർദ്ദിച്ചു. ഇങ്ങനെ 5 പേർക്ക് ആണ് ഇന്നലെ ഈ അക്രമത്തിൽ പരിക്കേറ്റിരുന്നത്. ഈ സംഭവത്തിന് ശേഷം പിന്നീട് അവിടേക്ക് പോലീസ് എത്തുകയും ആ വേളയിൽ ഈ താർ ജീപ്പുമായി അതിലുണ്ടായിരുന്ന 10 അംഗ സംഘം അവിടുന്ന് കടന്നു കളയുകയും ചെയ്തു. അതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ വളയം പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 10 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. നിലവിൽ ഇതിൻ്റെ ഈ വാഹനത്തിൻ്റെ താർ ജീപ്പുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ഉടമയും അതുപോലെ തന്നെ ആക്രമിച്ച സംഭവം ഒളിവിലാണ്. അവർക്കായി പോലീസിൻ്റെ അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്നാണ് വളയം പോലീസ് വ്യക്തമാക്കുന്നത്. റീജിത്ത്.